പുസ്തകം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഒ. തോമസ് അച്ഛൻ സെമിനാരി പ്രിൻസിപ്പൽ, നമ്മുടെ സഭയുടെ കൗൺസിലിംഗ് സെക്ഷൻ്റെ എല്ലാം പ്രത്യേകമായ ദൗത്യം വഹിക്കുന്ന ആൾ, അദ്ദേഹം രചിച്ച ഒരു പുസ്തകമാണ് ക്രിസ്തു ദർശനവും ജനപ്രിയ ആത്മീയതയും എന്നുള്ളത്. സാധാരണയായി നമ്മുടെ സഭയുടെ ദൗത്യം ഈ പൗരോഹിത്യ ദൗത്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ പ്രവാചക ദൗത്യം കൂടി ഉണ്ട് എന്നുള്ള ഒരു സംഗതി പലപ്പോഴും ഓർക്കാറില്ല. അച്ഛനെ പോലെയുള്ളവരാണ് സമൂഹത്തിൻ്റെ സഭയുടെ ആ പ്രത്യേകമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ വിലയിരുത്തി എവിടെയൊക്കെ പോരായ്മകളുണ്ട്, എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ള പ്രസംഗങ്ങളിൽ കൂടി. എന്നാൽ ഇത് ഒരു രേഖയായി പുസ്തക രൂപത്തിൽ തന്നിരിക്കുകയാണ്. 5 വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഒന്നാമത്തത് ക്രിസ്തുമസിനെ പറ്റിയാണ്. 10 പ്രസംഗങ്ങൾ ക്രിസ്തുമസിനെ പറ്റി വ്യത്യസ്തമായ വീക്ഷണത്തിൽ കൂടി, ഈസ്റ്ററിനെ പറ്റി, അതൊക്കെ ഉപരിയായി കുടുംബ ദർശനത്തെപ്പറ്റി, കുടുംബത്തിൻ്റെ ആത്മീയത, അതുപോലെ തന്നെ സാമൂഹ്യ തലത്തിലുള്ളതായ ജീർണത, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള 50 ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ എന്നും പറയാം. അത് അച്ഛൻ രചിച്ചിട്ടുള്ളത് ഞാൻ നോക്കുവാൻ കഴിഞ്ഞു. വളരെ വിലപ്പെട്ട ചിന്തകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നല്ല നിരീക്ഷകനായിട്ട്, അതിനെ നിരൂപകനായിട്ട് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണിത്. അദ്ദേഹം കൂടുതൽ ഇനി എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം പ്രസംഗം വായുവിൽ ലയിച്ചങ്ങ് പോകും. എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് പിൻതലമുറകൾക്ക് അത് ആധികാരികമായി നോക്കുവാനും പരിചയപ്പെടുവാനും അതിൽ നിന്ന് പ്രയോജനപ്പെടുവാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് ഈ പുസ്തകം ഇപ്പോൾ ബഹുമാനപ്പെട്ട മുൻ സെമിനാരി മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന ജേക്കബ് കുര്യനച്ഛന് പരിശുദ്ധ ബാബാതിരി മനസ്സുകൊണ്ട് നൽകി ഇത് പ്രകാശനം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ, ഒ. തോമസ് അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും കാണുവാൻ തൊക്കെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകം തിരുവല്ല CSS ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ കോപ്പികൾ ഇന്നിവിടെ ലഭ്യമാണ്. CSS പ്രസിദ്ധീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി റിഡക്ഷൻ കിട്ടുകയില്ല. ചെറിയ റിഡക്ഷനോടെ ഈ പുസ്തകം വായിക്കാവുന്നതാണ്. മറ്റൊരു പുസ്തകം, ഇത് പ്രത്യേകതയുള്ളത് സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന ഒരു പ്രവാസി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇംഗ്ലീഷിലാണ് പുസ്തകം. വിസ്പേഴ്സ് ഇൻ സൈലൻസ്. മേരി ജെ മാറേറ്റ്, അവർ ഒരു പീഡിയാട്രീഷ്യനാണ്. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന് മലേഷ്യയിൽ വർക്ക് ചെയ്യുന്നു. പുറത്ത് ജനിച്ചു വളർന്ന ഒരാളിനെ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുള്ള ആസ്വാദനമാണ് 52 മെഡിറ്റേഷനിലായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് മെഡിറ്റേഷന് വളരെ നല്ല പുസ്തകമാണ്. ഇംഗ്ലീഷിലാണ്. കുറച്ച് കോപ്പികൾ ഇവിടെ ബുക്ക് ഷോപ്പിൽ ലഭ്യമായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ കോപ്പി വന്യനായ നമ്മുടെയൊക്കെ ഗുരു ജൂഷുവാച്ചന് നൽകുവാനായിട്ട് പരിശുദ്ധ ബാബാതിരുമേനോട് അപേക്ഷിക്കും. പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗം ചരിത്രത്തിലാദ്യമായിട്ട് 7 പുസ്തകങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രസിദ്ധീകരിക്കുകയാണ്. കുറിച്ചി ബാബായുടെ കൃതികളുടെ 1-ാം ഭാഗം, അതായത് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കുര്യൻ തോമസാണ്. 120 വർഷം മുമ്പ് സുറിയാനിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ സഹദേന്മാരുടെ ചരിത്രം പ്രത്യേകമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വില 170 രൂപയാണ്. ഇന്ന് സൗജന്യമായിട്ട് 150 രൂപയ്ക്ക് അത് ലഭ്യമാകുന്നു. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നിക്കോളാസ് തിരുമേനിക്ക് ഈ പുസ്തകം കൊടുത്ത് പ്രകാശന കർമ്മം നിർവഹിക്കും. സഭ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പൈതൃകം സഭാ സാഹിത്യ സരണിയുടെ 3 പ്രസിദ്ധീകരണങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന് ഇവിടെ ലഭ്യമാകുകയാണ്. പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാബാ തിരുമനസ്സുകൊണ്ട് 1967 റഷ്യ, അർമേനിയ, റുമേനിയ എന്നീ സഭകളിൽ നടത്തിയ സന്ദർശനത്തിൻ്റെ ഹൃദ്യമായിരിക്കുന്ന വിവരണം
അതിൻ്റെ വില 100 രൂപയാണ്. ഇപ്പോൾ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഐറേനിയസ് തിരുമേനിക്ക് നൽകി അത് പ്രകാശന കർമ്മം നിർവഹിക്കും. മാറാച്ചേരിയിൽ മൽപ്പാൻ കൃതികൾ 3-ാമത്തെ ഭാഗം പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് തേവദോസിയോസ് തിരുമനസ്സിനുകൊണ്ട് ഇത് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. മലകര നസ്രാണികൾ അത് 10 വോള്യമാണുള്ളത്. അതിൻ്റെ 9-10 വോള്യങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 10 വോള്യങ്ങൾ പ്രത്യേകമായിട്ട് അത് ഇന്ന് പ്രസിദ്ധീകരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ 9-ാമത്തെ വോള്യം ഈ സമയത്ത് പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ദിമിത്രിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 10-ാമത്തെ ക്രിസ്തീയ ഉപവാസം എന്ന പേരിൽ ബഹുമാനപ്പെട്ട CC ചെറിയാനച്ചൻ പ്രത്യേകമായിട്ട് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം ഈ സമയത്ത് പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് തേവദോറോസ് തിരുമനസ്സിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. മാർ ദീവന്നാസ്യോസ് ആറാമൻ വട്ടശ്ശേരി തിരുമേനിയുടെ മർദീൻ യാത്രയുടെ വിവരണം ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ക്രിസോസ്റ്റമോസ് തിരുമനസ്സിന് നൽകി പ്രത്യേകമായിട്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഈ പുസ്തകങ്ങളെല്ലാം പ്രത്യേകമായിട്ട് MOCയുടെ പ്രത്യേകമായിരിക്കുന്ന കൗണ്ടറിൽ ലഭ്യമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭാ സന്ദർശനം പ്രത്യേകമായിട്ട് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാബ തിരുമനസ്സ് 1967 പ്രത്യേകമായിട്ട് നടത്തിയ യാത്രകളുടെ വിവരണം, അതിൻ്റെ പ്രകാശന കർമ്മം ഈ സമയത്ത് പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് നിക്കോദിമോസ് തിരുമനസ്സിന് നൽകി പ്രത്യേകമായിട്ട് നിർവഹിക്കുന്നു. ഈ പുസ്തകങ്ങളൊക്കെ പ്രത്യേകമായിട്ട് MOCയുടെ കൗണ്ടറിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം സ്നേഹപുരസ്സരം അറിയിക്കുന്നു.